അപ്പോൾ വീണ്ടും നമ്മളൊരു ട്രെയിലർ റിയാക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് വേറെ ആരുടെ പടമല്ല, ഷാഹിദ് കപൂറിൻ്റെ ഓ റോമിയോ. ഇതിൻ്റെ ടീസർ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. കാണാത്തത് പോയി കാണുക. ഒരുപാട് ഇഷ്ടമുള്ള നടൻ. ലിങ്ക് പുള്ളിയിടാൻ ഞാൻ പുള്ളിയോട് പറയാം, പുള്ളി വരും. ഓക്കെ, പുള്ളി എനിക്ക് ഇഷ്ടമാണ്. ആക്ച്വലി പുള്ളിയുടെ പടങ്ങൾ ഇഷ്ടമാണ്. ഡയറക്ടറെയും ഭയങ്കര ഇഷ്ടമാണ്, ആക്ടറെയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആരൊക്കെ ഇഷ്ടമാണ്? അതിനകത്ത് നല്ലതല്ലേ മ്യൂസിക്? ആണെന്ന് തോന്നുന്നു. അത് നല്ലൊരു സ്റ്റാർ കാസ്റ്ററുണ്ട് ഈ പടത്തിനകത്ത്. സോ എന്തായാലും നമുക്കത് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഓ റോമിയോ അല്ലേ? ഓ റോമിയോ. ഇതിന്റെ ടീച്ചർ ഒന്നുണ്ട്. ആ ടീച്ചറാണ്. മുടി ഉടക്കി കിടക്കും. ലവ് ഈസ് എ കേഴ്സ്. हीरो उस तरह से पंगा नहीं शरीर से आत्मा काट के ले जाता है. आपके बात हो गई, जब कहूँगा नाचना पड़ेगा. रोमियो में मस्ती में पीछे बस्ती में का कितना लेते हैं? क्या देगी? शीशा है। सही है ऐसा. किसी को मारना रहना आसान नहीं होता. बड़े बड़े लोग जाते बदले नहीं पहनते. लकी पर भी और अंदर हमेशा के लिए एक हैवान पैदा हो जाता है. कपड़े उतार. आपको मेरे जिस्म नहीं, मेरी रूह चाहिए, जो इस जन्म में तो आपको नहीं मिल सकती. बाकी दिल लेके इसलिए तो घर उड़ा के मैं वहाँ बैठा. हमारी तो माँ तब भी महंगी है और तुमने रंजिश खरीद ली. ഓ അത് പിന്നെ സാധനം. അങ്ങനെയുണ്ടോ? നല്ലൊരു കാസ്റ്റ് ഉണ്ട്. അവിനാഷ് തിവാരി. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഭയങ്കര. मैं तुझे अपनी हर सांस से पूछना मुश्किल निकालूंगा ताकि मेरे अंदर तेरे लिए सिर्फ नफरत रह जाए. ടെഡി ബിയർ കത്തിച്ച് എന്തൊക്കെ നശിക്കുമ്പോൾ സിഗരറ്റ് കത്തിക്കുക എന്നുള്ളതൊരു ഇന്ത്യൻ സിനിമകൾ കണ്ടുപിടിക്കണം. എനിക്കത് ഇഷ്ടപ്പെട്ടു. ടെഡി ബിയർ കത്തിച്ചിട്ട് വരച്ചത് ഇഷ്ടപ്പെട്ടു. എവിടെ എൻ്റെ ഇതും 13th Feb അല്ലേ? ടഫ് കോമ്പറ്റീഷൻ. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്രെയിലർ. എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി മറ്റേ ഷോട്ടൊക്കെ ഭയങ്കര രസമുണ്ട്. മറ്റേ ഫൈറ്റ് സീക്വൻസിൽ ഷോട്ടൊക്കെ ഉണ്ടല്ലോ. ഫൈറ്റ് സീക്വൻസ് എടുത്തതൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആൻഡ് വിശാൽ ഭരദ്വാജിൻ്റെ കുറേ കൂടെ സ്റ്റൈലിഷ് സൈഡിലേക്ക് പോകുന്നൊരു പടമായിരിക്കും തോന്നുന്നു. മറ്റേ കമീനെ ഓർമ്മ വന്നു. കമീനയ്ക്ക് കുറച്ചധികം സ്റ്റൈലുള്ള ഉണ്ട്. അത് ആക്ച്വലി നല്ല അവനെ എടുത്തിരിക്കുന്നതും ഭയങ്കര ഭയങ്കര റിച്ച് ലുക്കാണ്. അതിൻ്റെ സ്റ്റാർ കാസ്റ്റ് തന്നെ ഉണ്ടല്ലോ. നാനാ പട്ടേക്കർ ഉണ്ട്. എല്ലാവരും അവർ തമ്മിലുള്ള അത് രസമായിരിക്കും. നാനാ പട്ടേക്കർ, ഷാഹിദ് പുള്ളി വില്ലൻ സൈഡ് വില്ലൻ അല്ലെങ്കിൽ ജസ്റ്റ് നെഗറ്റീവ് റോൾ അല്ല. ഇവൻ തന്നെ നെഗറ്റീവ് ആണല്ലോ. ഇവനെ പറഞ്ഞത് മറ്റേ വുമണൈസറിൽ നിന്ന് റോമിയിലേക്ക് മാറുന്നൊരുത്തൻ. അതാണ് അല്ല പുള്ളിയുടെ പടത്തിൽ നായകനില്ലല്ലോ. എല്ലാം ഗ്രേ ഷെയ്ഡ്, കുറച്ചുകൂടെ കടും ഗ്രേ കറുപ്പ്, വെളുപ്പാരുമില്ല. ഡാർക്ക് റിയാലിറ്റി ഓഫ് മുംബൈ ആൾക്കാർ. കരിപുരന്റെ ലോകമെന്ന് മറ്റേ പുള്ളിയുടെ പടങ്ങളെ പറയുമെങ്കിലും പക്ഷെ കരത്താരില്ല. അല്ല മനുഷ്യരുടെ അതെ കറുപ്പുള്ള ആളുകളുടെ. പക്ഷെ ഇത് രസമുണ്ട്. ഇത് ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ കാണാൻ തോന്നും. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഫണ്ണുണ്ട്.
അത് തന്നെ ഒരേ സമയത്ത് ഫണ്ണ് വരെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ആക്ച്വൽ ടോണിപ്പം എനിക്കൊന്ന് ടറന്റീനോ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ ഇത് ബേസ് ചെയ്തൊക്കെ റിയൽ ലൈഫ് സ്റ്റോറി, അതിൻ്റെ ഒരു ചെറിയ കുഞ്ഞൊരു വിവാദം ഉണ്ടായിരുന്നു. ആരെക്കുറിച്ചാണ്? അതായത് ദാവൂദ്, ഞാൻ ക്ലിയർ ആയിട്ട് അറിയത്തില്ല, അറിയാവുന്നവർ താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ ദാവൂദ് കൊന്ന ഒരാളുടെ വൈഫ് ഇവൻ്റെ അടുത്ത് ദാവൂദിനെ കൊല്ലാൻ, അങ്ങനെയാണ് സാധനം. ഇവൻ മറ്റേ ഓക്കെ. അപ്പോൾ അങ്ങനെ ഇവൻ്റെ അടുത്ത് വരുന്നുണ്ട്. അവർ തമ്മിൽ പ്രണയമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പടത്തിൽ ഈ ട്രെയിലറിൽ അവർ തമ്മിൽ ഒരു ലവ് സ്റ്റോറി അങ്ങനെ ഒരു ഇതില്ലേ, അവൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പക്ഷേ റിയൽ ലൈഫിൽ ആക്ച്വലി അവൻ ഇങ്ങനെ ഒരു അഡ്വാൻസ് നടത്തി അവൾ റിജക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അവൾ അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. പക്ഷേ പുള്ളിക്കാരത്തെ ഒരു വളരെ പ്രോമിനൻറ്റ് ഫിഗറാണെന്നാണ് ഞാൻ അവിടെ ഇവിടെയൊക്കെ വായിച്ചതിൻ്റെ അറിവ്. ആ പുള്ളിക്കാരത്തെ സ്റ്റോറി നമ്മൾ അറിഞ്ഞു, പുറത്ത് അറിഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ എങ്ങനെ എന്തോ ബുക്കുണ്ടെന്നു ഇതിനെ ബേസ് ചെയ്ത്, പുള്ളിക്കാരത്തിൻ്റെ സ്റ്റോറിയെ ബേസ് ചെയ്ത്. അതായത് ദാവൂദിനെ കൊല്ലാൻ ഒരാളെ ഏർപ്പാടാക്കി, രണ്ടുപേരും സ്പോയിലറാന്ന് തോന്നുന്നു, രണ്ടുപേരും തട്ടിപ്പോവും. ദാവൂദ് തിരിച്ച് രണ്ടുപേരും തട്ടും, അങ്ങനെ എന്തോ. ഇതിനകത്ത് അവർ തമ്മിലുള്ള ലവ് സ്റ്റോറി ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ ഒറിജിനൽ സ്റ്റോറിയെ വല്ലാണ്ട് ഫിക്ഷണലൈസ് ചെയ്യുന്നതാവുമല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എന്തോ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട്. അതെ, അതപ്പം നെയിംസ് അങ്ങനെയാണല്ലോ. ഇത് അവരാണെന്നും പറഞ്ഞാണല്ലോ ഇവർ പ്രസന്റ് ചെയ്യുന്നത്. അതായത് ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറി എന്ന് വെച്ചാൽ വേറെ പേരൊക്കെ ഇട്ടാൽ വലിയ സീനില്ല. എന്തായാലും ട്രെയിലർ നല്ല രസമുണ്ട്. അതെ, പടം ഒരുപാട് കാണാം, ഉറപ്പായിട്ടും തിയേറ്ററിൽ കാണാനുള്ള സ്റ്റഫുണ്ട് പടത്തിനകത്ത്. സോ കാണാവുന്നേ ഉള്ളൂ. ഫെബ്രുവരിയിലും കുറച്ചധികം പ്രതീക്ഷ ഒരു പടം പോലും തിയേറ്ററിൽ കണ്ടിട്ടില്ല. എല്ലാ പടവും പ്രിന്റിട്ടാകട്ടെ. അല്ല, ഞാൻ കുറച്ചധികം കണ്ടിട്ടുണ്ട്. അമീനൊക്കെ ഞാൻ തിയേറ്ററിൽ കണ്ടു. അഭിനയൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ്. ഞാനത് എന്തോ കട്ട് ചെയ്ത്, എന്തോ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പോയത്. അപ്പം ഞാൻ കട്ട് ചെയ്ത് ഇവിടെ അത് ഫണ്ണാണല്ലോ, രസമാണല്ലോ എന്തോ. പക്ഷെ അന്ന് ആ പടം വർക്കായ എനിക്ക് തോന്നിയില്ലെന്നു. വർക്കാന്ന് അതിൽ പാട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്ന സമയത്ത്. ആ പാട്ട് കാരണമാണ് മെയിനായിട്ട് കയറിയത് ആ പടം. അത് തന്നെ ആ പടം റീമിക്സ് ഇറക്കിയായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞു. അത് പുള്ള മകനോ? കുത്തേക്ക്. പക്ഷെ ഈ പടം തിയേറ്റർ വന്നാൽ കാണാം, ഉറപ്പായിട്ട് ഞാൻ ഫസ്റ്റായിട്ടും കാണുന്ന പടമായിരിക്കും. ഫസ്റ്റ് ഡേ ടിക്കറ്റും കിട്ടും. പക്ഷെ ഇവിടെ വരുമെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ആലപ്പുഴ ഉണ്ടാവുന്ന എനിക്ക് സംശയമുണ്ട്. ഹിന്ദി പടങ്ങൾ വളരെ വിരളമായിട്ടേ വരാറുള്ളൂ ആലപ്പുഴ. അവിടെ ഞാൻ പറഞ്ഞു നമ്മ കൊച്ചിയിലുള്ളത് കൊണ്ട് ഇപ്പോൾ ഇത് കണ്ടിട്ടെങ്കിൽ ഏതെങ്കിലും തിയേറ്ററുകാരെ എടുത്തിട്ട് വളരെ സന്തോഷം. നിങ്ങൾ മൂന്നുപേരെ പ്രതീക്ഷിച്ചാൽ